ഇപ്പോൾ ഈ ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നത്, എവിടെയും ആയിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലാണേലും നിങ്ങൾ വിശ്വാസത്തോടെ ഈ ഓസ്തിയിൽ, ഈ തിരുവോസ്തിയിൽ യേശുവിൻ്റെ രൂപമൊന്ന് കണ്ടിട്ട്, യേശുവിൻ്റെ രൂപത്തെ കണ്ട്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ നിങ്ങളൊന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്കൊന്ന് കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ പറയുകയാണ് ദൈവത്തോട്, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ഒന്ന് പറയാമോ? പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയുവാണ്, ഈ തിരുവോസ്തിയിൽ ഞാൻ ഈശോയെ കാണുന്നു. ഈശോയെ, അങ്ങ് എന്നെയും കാണുന്നു. എൻ്റെ ജീവിതം യേശു ആരെല്ലാം കണ്ടോ, യേശുവിനെ ആരെല്ലാം കണ്ടോ, അവരെല്ലാം ജീവിതത്തിൽ ഓരോ നന്മകളുണ്ടായിട്ടുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ചേർന്ന് പാടിയേ. ഈശോയെ നിന്റെ രൂപം വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പാടാമോ? ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ഈശോയെ നിന്റെ രൂപം. എന്നിട്ട് സമർപ്പിക്കുകയാണ്. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ. ഈ ബലിവേദിയിൽ ഈ കൊച്ചു ജീവിതമേകുന്നു. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ. ഈ ബലിവേദിയിലെന്നും. എന്നിട്ട് പറയാമോ? അവിരാമം ഞങ്ങൾ പാടാ. ആരാധന, 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 നാഥ ആരാധന. എല്ലാവരും ചേർന്ന് പാടാമോ? ആരാധന, ആരാധന, നാഥ ആരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ഈ പാടിയ പാട്ടിനോടും ആരാധനയോടും ചേർത്ത് ഒരിക്കൽ കൂടി നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇടപെട്ടതിന് നന്ദി പറയുന്നു. ഇതുപോലൊരു മനോഹരമായ ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ നിറയണമേ. പരിശുദ്ധാത്മാവെ നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ എവിടെയാണോ ആയിരുന്നത് അവിടെയാണ് ദൈവവചനം എത്തിയത്. പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിതുപോലുള്ള അവസരങ്ങളോ ടി വിയിലൂടെ ഇങ്ങനെ കാണാനും ആരാധിക്കാനും പറ്റുന്ന അവസരങ്ങളോ സാഹചര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയൊക്കെ മാറി. അതൊക്കെ നമുക്ക് എന്ത് സൗകര്യമായി. നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ ബെഡ്റൂമിലിരുന്ന്, ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലത്തിരുന്ന്, പ്രെയർ റൂമിലിരുന്നൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം, ആരാധനയിൽ പങ്കെടുക്കാം. നമുക്ക് നന്ദി പറയണ്ടേ? നമുക്ക് ആരാധിക്കാനും ദൈവവചനം കേൾക്കാൻ എത്രയെത്രയോ അവസരങ്ങളാണ്. രോഗമായി കിടക്കുന്നവരാണ്, ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ? ദൈവവചനം ഇങ്ങനെ കേൾക്കാനും അറിയാനൊക്കെ പറ്റുന്നില്ലേ? നിസ്സാര കാര്യമല്ല. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതിന് ആളുകളുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകിക്കൊണ്ടിരുന്നത്. 10,000-കണക്കിന് പ്രശ്നങ്ങളെയാണ് ആരാധനയിലൂടെ, വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം പരിഹരിച്ചത്. എത്രയോ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടില്ലേ? എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാനില്ലേ? അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ആരോടും പറയാതിരിക്കരുത്. അത് നിങ്ങൾ എഴുതി അറിയിക്കണം. അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമാക്കണം. അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത്. ദൈവമാണ് ആ കൃപാവരങ്ങളും സൗഖ്യവും വിടുതലൊക്കെ ഒരുക്കിയത്. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വചനം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോയനെ. ആ വചനമാണ് എനിക്കൊരു 2ാം ജന്മം പോലെ എനിക്ക് ജീവിതം തന്നത്. ഈ വചനമാണ് എന്നോട് സംസാരിച്ച വചനമാണ്. ഞാൻ മരിക്കാനിരുന്നതാണ്, എൻ്റെ കുടുംബമായി തീരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ആ സമയത്ത് ആ വചനമില്ലേ, ആ ആരാധനയില്ലേ, അതൊക്കെ എന്നെ വല്ലാതെ തൊട്ടു. അതിനുശേഷം ഞാൻ ഒത്തിരി കരഞ്ഞു. പ്രിയപ്പെട്ടവരെ,
നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എത്രയോ കുടുംബങ്ങളിലാണെന്നറിയാമോ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്തത്. ഇനിയും ദൈവം ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ കേട്ട വചനങ്ങളും ഈ ആരാധിച്ച ആരാധനയൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി, സൗഖ്യമായി, രക്ഷയായി ഒക്കെ ജീവിതത്തിൽ വരും. ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവം ഓർക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു വലിയ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം ഓടിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ, ബൈക്ക് ഒരു കാട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് അവിടുന്ന് ബസ് കയറി അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് റെയിൽവേ പാളത്തിലൂടെ സൈഡിലൂടെ നടന്നു. ആരുമില്ലാത്തൊരു സ്ഥലം വരുമ്പോൾ, വീടുകളും ആളനക്കങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം വരുമ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ ചാടണം, മരിക്കണമെന്ന തീരുമാനം അയാൾ എടുത്ത് ഇവിടുന്നൊക്കെ വാഹനം കയറി അയാളെ കാണാതിരുന്ന് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കുടുംബക്കാർ അന്വേഷിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളികൾ നടക്കുന്നു. ഇങ്ങനെ ആളെ കണ്ടോ? കാണുന്നില്ല, വാഹനം കാണുന്നില്ല. പോലീസുകാരത് കേസെടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹമാണെങ്കിൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി എവിടെയോ ഇട്ടിട്ട് അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അയാൾ പറഞ്ഞാൽ അറിയുന്ന ഒരു സ്ഥലത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷയ്ക്ക് പോയി അവിടെ ബസ്സിന് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് എന്ന് ആ ട്രാക്കിലൂടെ കുറേ നടന്ന് ആളും അർത്ഥവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്, അധികം മനുഷ്യവാസമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അയാൾ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ചാടാൻ വേണ്ടി, മരിക്കാൻ വേണ്ടി. അയാൾ പറയുകയാണ്, ഞാൻ നിരന്തരമായി ധ്യാനം കൂടുന്ന ആളോ പ്രാർത്ഥിക്കുന്ന ആളോ ഒരു കരിസ്മാറ്റിക് ധ്യാനം അങ്ങനെ ഒരാളല്ല. ഞാൻ സാധാരണ വിശ്വാസിയാണ്. പക്ഷേ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ പ്രാർത്ഥനയും രീതിയും പാട്ടും ഒച്ചയൊന്നും എനിക്ക് പിടിക്കാത്തതുകൊണ്ട് ഞാൻ അന്നേരം അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞാൻ കുറച്ച് 10-15 മിനിറ്റ് നിന്നുള്ളൂ. പക്ഷെ നിന്ന സമയത്ത് അയാൾ നിന്നത് അകത്തുമല്ല, പുറത്താണ്. ആ കുറഞ്ഞ സെക്കൻഡിൽ അയാൾ ഒരു വചനം കേട്ടു അത്രേ. അത് ജസ്റ്റ് ഒന്ന് കേട്ടു. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അയാളുടെ മനസ്സിലത് കിടപ്പുണ്ട്. അയാൾ പറഞ്ഞു, പിന്നീട് എനിക്കത് ഓർമ്മ വന്നത്, ഞാൻ റെയിൽവേ ട്രാക്കിൻ്റെ മുമ്പിൽ ട്രെയിൻ വരുമ്പോൾ ചാടാൻ നിൽക്കുമ്പം എന്നതാണെന്നറിയില്ല, ആ പണ്ട് എപ്പോഴോ കേട്ട ആ വചനം എൻ്റെ മനസ്സിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വചനം ഇങ്ങനെ എന്നോട്, ആ വചനം ഇന്നുവരെ കിട്ടാത്തൊരു ശക്തിയും ഇന്നുവരെ കിട്ടാത്തൊരു പ്രചോദനവും ജീവിക്കാനുള്ള കൊതിയും, വീട്ടുകാരെ കാണണം, പെട്ടെന്ന് മാറുകയാണ് മനസ്സ്. ആ വചനം എന്നെ സഹായിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ കേട്ട പല വചനങ്ങളും ഇപ്പോൾ ഗുണം ചെയ്തില്ല, സഹായമായില്ല എന്നൊക്കെ തോന്നിയാലും നാളെ ഒരു സമയത്ത് നിങ്ങളൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വചനമായിരിക്കും, അല്ലെ ആ സ്ക്രീനിൽ വന്ന ഒരു വചനം. അന്നേരം ഒന്നും വലിയ അർത്ഥമൊന്നും തോന്നിയില്ല. ഒരു പ്രതിസന്ധിയുടെ സമയത്ത് പെട്ടെന്ന് ആ വാക്യമൊന്നും ഓർമ്മയില്ല, വചനം ഓർമ്മ വന്നു. അത് 10 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു, ഒരു വിടുതലുണ്ടായി. വചനം ഒത്തിരി മാറ്റങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ടുവരും. മറ്റൊരു കുഞ്ഞു അനുഭവം കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അക്രൈസ്തവ സഹോദരൻ, അയാൾക്ക് ഒരു ദൈവവചനം ഇഷ്ടപ്പെട്ടു. അയാൾ ആ വചനം വചനം കൊടുക്കുന്ന സ്റ്റോളിൽ ചെന്ന് ഈ വചനത്തിൻ്റെ സ്റ്റിക്കർ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒരു സ്റ്റിക്കർ മേടിച്ച് അയാൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളാണ്. ആ ഓട്ടോറിക്ഷയിൽ അയാൾ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകുവശത്തും മുൻവശത്തും ആ വചനത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചു. അക്രൈസ്തവനായ ഒരാളാണ്. ഒരു ദിവസം അയാൾ ആ വചനം ഒട്ടിച്ചു വെച്ചു. അയാളുടെ മനസ്സിൽ ആ വചനമുണ്ട്. ഒരു ദിവസം ഒരു ഓട്ടം പോയപ്പോൾ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഓട്ടം വരുമ്പോൾ ഒരു അമ്മയും മകനും ആ ഓട്ടോറിക്ഷയിൽ കയറി. അവരോട്ടം ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ആ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുമ്പോൾ അയാൾ അവരോട് മിണ്ടിയൊന്നുമില്ല. ആ വാഹനത്തിൻ്റെ ആ പുറകിലത്തെ അയാളിരിക്കുന്ന സീറ്റിൻ്റെ പിറകിലാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്നൊരു വചനത്തിൻ്റെ സ്റ്റിക്കറാണത്. ആ പുറകിലിരുന്നവർ എന്തോ പ്രതിസന്ധിയിലാണ്. അവരന്നേരം ആ മൊബൈൽ ഫോൺ കൊണ്ട് ആ വചനം അങ്ങ് ഫോട്ടോ എടുത്ത് ആ മൊബൈൽ ഫോൺ ആ ഒരു വചനം ഫോണിൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് അവരുടെ പ്രശ്നത്തെ മുന്നിൽ കണ്ട് അവർ മുന്നോട്ട് പോയി. ഈ ഓട്ടോറിക്ഷക്കാരൻ അത് അറിഞ്ഞിട്ടില്ല. അയാളുടെ ആ സീറ്റിൻ്റെ പുറകിൽ ഒട്ടിച്ചു വെച്ചൊരു സ്റ്റിക്കറാണ്. അവർ പറയാണ്, ആ ഓട്ടോറിക്ഷക്കാരൻ ആരെ എന്തോ ഒന്നും അറിയില്ല, പക്ഷെ അയാളൊരു അക്രൈസ്തവനാണെന്ന് അറിയാൻ പറ്റി. പിന്നെ അവർ പറയാണ്, ആ വചനം ഞങ്ങളുടെ പ്രതിസന്ധി ഞങ്ങൾക്ക് വലിയൊരു വിടുതലായിരുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേട്ട വചനങ്ങൾ അല്ലാതെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, നിങ്ങളെ തൊട്ട വചനങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാണ്. നിങ്ങളെ ദൈവം വിടുവിക്കുന്ന വചനമാണ്. എല്ലാ വചനവും ഒന്നും ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൊണ്ട വചനങ്ങളില്ലേ, അത് മറക്കരുത്. അത് നിങ്ങൾ എഴുതി വയ്ക്കണം, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അത് വചനം ദൈവം നിങ്ങൾക്ക് തന്നതാണ്. ആ വചനത്തിൽ നിങ്ങൾക്കുള്ള രക്ഷയുണ്ട്, ആ വചനത്തിൽ നിങ്ങൾക്കുള്ള വിടുതലുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. 1000
അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു ഇത്. 10,000ങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വിടുതലിൻ്റെ ശുശ്രൂഷയായിരുന്നു ഇത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രിയപ്പെട്ടവരെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം നമുക്ക് നന്ദി പറഞ്ഞാലോ. എൻ്റെയും വിടുതലിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു അഭിഷേകത്തിൻ്റെ ദിവസമാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുങ്ങി ഒന്ന് ഇന്ന് തന്നെ നന്ദി പറഞ്ഞ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. നന്ദിയോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദി മാത്രമേ പറയാനുള്ളൂ. ഈ അവസരത്തിന്, ഈ സാഹചര്യത്തിന് എല്ലാം നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. എത്രയോ പ്രതിസന്ധികളിൽ ഞങ്ങളെ രക്ഷിച്ചതിന്, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമായതിന്, ഞങ്ങളെ പൈശാചിക ബന്ധനങ്ങളിൽ വിടുവിച്ചതിന്, ഞങ്ങളുടെ കുടുംബത്തെ കുറെ കൂടി സ്നേഹത്തിലും കൂട്ടായ്മയിലും അങ്ങ് ഒരുക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി.